ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. 2025 സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ കാത്തിരിക്കുന്ന കാത്തിരിപ്പിൻ്റെ അവസാന മണിക്കൂറിൽ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? എങ്ങനെയായിരിക്കണം? പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാൻ ദാവീദ് രാജാവ് പാപത്തിൽ മുഴുകി പാപബോധം വന്നപ്പോൾ സങ്കീർത്തനം 51 എഴുതി പൂർത്തീകരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ ഒരു വചനം നമുക്ക് കാതുകളിലും മനസ്സുകളിലും ഹൃദയത്തിലും ആഞ്ഞടിക്കുവാൻ തക്കവിധം ഒരു മന്ത്രമായി ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുവാൻ തക്കവിധം സങ്കീർത്തനം 51 10ഉം 11ഉം തിരുവചനങ്ങൾ ചേർന്ന് വായിക്കാം. ബൈബിൾ കയ്യിലെടുക്കാം. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മണിക്കൂറിൽ ഒരു നിർമ്മലമായ ഹൃദയത്തിനായിട്ട്, അത് നമ്മിൽ രൂപപ്പെട്ടു വരുവാനായിട്ട്, ദൈവം അത് നമ്മിൽ സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അചഞ്ചലമായ ഒരു നവചൈതന്യം ഈ കാലഘട്ടത്തിന് ആവശ്യമായ, നഷ്ടപ്പെട്ടു പോയതിന് അപ്പുറത്ത് ഒരു പുത്തൻ അഭിഷേകത്താൽ നവചൈതന്യം നിക്ഷേപിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് തണുത്ത് ഉറഞ്ഞ് മന്ദീഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന്. ദൈവമക്കളെ, ഇന്നത്തെ ഈ പ്രഭാതം മുതൽ സായാഹ്നം വരെ ഇത് തന്നെയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിക്കുവാനുള്ള ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളുടെയും, അതുപോലെ ഈ വചനം നിങ്ങളോട് പ്രസംഗിക്കുന്ന എനിക്ക് വേണ്ടിയും ഇതേ പ്രാർത്ഥനകൾ തന്നെ നിങ്ങളും ഉരുവിട്ടുകൊണ്ട് ലോകം മുഴുവനും പുത്തൻ അഭിഷേകത്താൽ പുതിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് ജ്വലിക്കുവാൻ ലോകം മുഴുവനും വേണ്ടിയും നാം ഓരോരുത്തർക്കു വേണ്ടിയും പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് ദൈവദർശനതയിൽ നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ എഴുന്നള്ളി വരണമേ എന്നും നവചൈതന്യങ്ങൾ ഉണ്ടെന്ന് അറിയുവാനായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.